ആദി, തനിക്ക് എന്താ പറ്റിയേ? എന്തു പറ്റാൻ? എനിക്കൊന്നുമില്ല. എന്ന് താൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഏത് ഫ്രണ്ടിനെ കാണാനാ താൻ പോയത്? ഞാൻ പോയത് തൻ്റെ അമ്മയെ കാണാനാ. എന്നെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. അല്ല, എന്തായിരുന്നു കാര്യം? ഒരിക്കൽ കൂടി ഒരു ഉറപ്പ് വാങ്ങിക്കാം. എന്തുറപ്പ്? തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന്. മരണം വരെ ആ രഹസ്യം നമ്മുടേത് മാത്രമായിരിക്കണം. എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? അതിപ്പോൾ പറയുന്ന കാര്യമല്ലല്ലോ, നേരത്തെ പറയുന്ന കാര്യം ഞാൻ വീണ്ടും ഓർത്തിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണോ? തനിക്കും തൻ്റെ വീട്ടുകാർക്കും എനിക്കും മാത്രം അറിയാവുന്ന ആ സത്യം പറഞ്ഞ് നമ്മൾ കള്ളമാക്കി മാറ്റി. എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. തൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞായിട്ട് പൊന്നുപോലെ ഞാൻ നോക്കും. എങ്ങനെ പറ്റുന്നടോ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയൊക്കെ എനിക്കും പറ്റൂ. തന്നെ പോലൊരാള് ഈ ഭൂമിയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ പോലൊരു പെണ്ണു. ഞാനിങ്ങനെ ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല പൂജ. എന്താ എന്താ അതിങ്ങനെ നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല. താൻ പേടിക്കണ്ട. ഈ ത്യാഗത്തിൻ്റെ പേരിൽ അനാവശ്യമായ ഒരു അധികാരവും ഞാൻ എടുക്കില്ല. പൂജയ്ക്ക് പൂജയായിട്ട് എന്നെ ഇനിയും ജീവിക്കാം. എന്താണോ ഇങ്ങനെ? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആദിക്കുട്ട, എന്തെടുക്കകത്ത്? വാതിൽ തുറന്നേ, ഒരു കാര്യം പറയട്ടെ. പൂജ മോളെ, മോളെ. നീ വന്നിട്ട് എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ എന്തിനാടാ മുറിക്കകത്ത് കയറി കഥ അടച്ചേ? അത് പിന്നെ മുത്തശ്ശി, ഞാൻ വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മനുഷ്യനായാലേ ഇത്ര സ്വാർത്ഥത പാടില്ല കേട്ടോ. കല്യാണം കഴിച്ചത് നീയാണെന്ന് വെച്ച് ഈ കൊച്ചു നിന്റെ സ്വകാര്യ സ്വത്താന്ന് ആര് പറഞ്ഞു? ഇവളെ ഈ വീടിന്റെ പൊതു സ്വത്താ. എന്ന് വെച്ചാലേ നിനക്ക് മാത്രമല്ല ഇവളെ സ്നേഹിക്കാനുള്ള അവകാശം ഉള്ളതെന്ന്. നിനക്ക് ഇവളെ സ്നേഹിക്കാനും പ്രേമിക്കാനും ടൈം ടേബിൾ വെച്ച് ഞാൻ സമയം തരാം. എന്താടാ, അതുപോലെ? ഒന്ന് പോ മുത്തശ്ശി അവിടെ നിന്ന്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം കണ്ടില്ലേ? അവൻ്റെ ഒരു നാണം കണ്ടില്ലേ? മോളിങ്ങി വന്നേ, മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ. വാ, അങ്ങോട്ട് മാറിയില്ല. വാ വാ, പൂജയ്ക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള്. വാ മോളെ.
എന്താ മുത്തശ്ശി ഇതൊക്കെ? ഗർഭപരിചരണം. ഇതേ 16 തരം പച്ചമരുന്നിട്ട് കാച്ചിയ എണ്ണയാ. ആദ്യം ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കണം. അപ്പോഴേക്കും കാലും കൈയും നഖവും ഒക്കെ രാമച്ചവിട്ട് തിളപ്പിച്ച റോസ് വെള്ളത്തിൽ കഴുകിയെടുക്കും. ഈ ഗർഭിണികൾക്ക് ഗംഭീര വൃത്തി മെനെ നിർബന്ധ. മോള് വേഗം പോയി ഇതൊക്കെ മാറിയിട്ട് വാ. അയ്യോ മുത്തശ്ശി, എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇതൊക്കെ നിർബന്ധ. മര്യാദയ്ക്ക് പോട്ട് വാച്ച. വാ മോളെ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. നീ കാലൊന്ന് പൊക്കിക്ക്, ഇതിൽ മുക്കി വെക്കും, ഇറക്കി വെക്കും. എങ്ങനുണ്ട്? ഇപ്പൊ നല്ല തണുപ്പ് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇതൊന്നും എങ്ങും പതിവില്ല, എല്ലാം ഫാഷനല്ലേ. ഇതൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്ന ബ്യൂട്ടി പാർലറുകാരാ. അതിന് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. എല്ലാം കുഴപ്പമല്ലേ? പ്രസവം പോലും ഇപ്പൊ ഒരു രോഗമായി മാറിയിരിക്കുകയല്ലേ. പണ്ട് ഈ തറവാടുകളിലൊക്കെ മാസാമാസം ചെയ്യേണ്ട പ്രസവ ശുശ്രൂഷയുടെ ചാർത്ത് കാർന്നോന്മാര് 10 പുരിയിൽ ഒട്ടിച്ചു വെക്കും. അല്ല, അറിവുള്ള വൈദ്യന്മാരും കൂടി ആയിരുന്നു മിക്കവരും. അന്ന് ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. ഓരോ വീട്ടിലും 10ഉം 12ഉം മക്കളല്ലേ. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഓരോ വീട്ടിലും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടാവും.